വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് ഹൈക്കോടതിയിൽ ദേശീയപാത അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകും എന്നുള്ളത്. നവമി ദിനേശാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, ദേശീയപാത നിർമ്മാണത്തിലെ ചില മേഖലകളിൽ എങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ നിർമ്മാണ കമ്പനിയെ അടക്കം ഡീബാർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ പരാമർശങ്ങൾക്കോ ഇടപെടലുകൾക്കോ ഉള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? അഭിലാഷ്, തീർച്ചയായും. കാരണം ഈ ഒരു വിഷയം, ഈ കൊച്ചിയിലെ വെള്ളക്കെട്ടും അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഗണിക്കുന്ന വേളയിലാണ് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇക്കാര്യം കൂടി ആരാഞ്ഞത്. അതായത് എന്താണ് കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് അവിടെ ചില പാളിച്ചകൾ ഉണ്ടാകുന്നു, ജനങ്ങളുടെ ജീവന് ആപത്താകുന്ന രീതിയിലേക്കാണോ ഈ ഒരു നിർമ്മാണം പോകുന്നത് എന്ന തരത്തിലുള്ള ഒരു ചോദ്യം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് NHAയോട് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം അല്ലെങ്കിൽ റോഡിൽ വലിയ രീതിയിൽ അപകടം ഉണ്ടാകുന്ന തരത്തിലേക്ക് നിർമ്മാണങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് NHAയോട് വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ ഹർജി പരിഗണിക്കുമ്പോൾ NHA സ്വാഭാവികമായി നൽകുന്ന വിശദീകരണം ഈ കാലാവസ്ഥ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചില കരാറുകാർക്കുണ്ടായ പിഴവ്, ഇതെല്ലാം തന്നെയായിരിക്കും NHAയെ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം ഈ വിഷയം പരിഹരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില ഇതിന്റെ വിദഗ്ധ സംഘം അവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. ഇനി ഇത്തരത്തിലൊരു പാളിച്ച ഉണ്ടാകാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ കരാറുകാർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്, ആ കമ്പനിക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് എന്നീ വിശദീകരണം തന്നെയായിരിക്കും NHA കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ഇനിയും ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് സ്വാഭാവികമായും ഹൈക്കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. അല്ലെങ്കിൽ ഇനി എങ്ങനെ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതും ആരുടെ പിഴവാണ് എന്നതിലൊക്കെ വിശദമായൊരു റിപ്പോർട്ട് ഹൈക്കോടതി ചോദിക്കാനുള്ള ഒരു സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. കാരണം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നമുക്കറിയാം, അദ്ദേഹം ഇതിനു മുൻപും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ശക്തമായിട്ടുള്ള നിലപാടിൽ സംസ്ഥാന സർക്കാരിനെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയും ഒക്കെ വിമർശിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ സാമൂഹിക വിഷയങ്ങളിലൊക്കെ തീർച്ചയായും കോടതിയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ നിരീക്ഷണങ്ങളോ പരാമർശങ്ങളോ ഉണ്ടാകുമോ എന്നതും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ടത്, ആലപ്പുഴയിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ ഗർഡറുകൾ തകർന്നു വീണപ്പോൾ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം. എന്നാൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടം നൽകിയ കത്ത് പൊതുമരാമത്ത് വകുപ്പ് അവഗണിക്കുകയാണ് ഉണ്ടായത്. ആലപ്പുഴയ്ക്ക് പുറമെ മലപ്പുറത്തും റോഡ് തകർന്നതോടെ നിർമ്മാണ പ്രവൃത്തിയിൽ പങ്കില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് സംസ്ഥാന സർക്കാർ. ഇതോടെ ജനങ്ങളെ ആശങ്ക പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാനത്തിന് ഇല്ലേ എന്ന ചോദ്യം ശക്തമാകുന്നുണ്ട്. ഈ റിപ്പോർട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഡിജോ കാപ്പൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, നമുക്കറിയാം ഈ ദേശീയപാതയുടെ അവകാശ തർക്കം അത് ഞങ്ങളുടേതാണ് എന്ന് സംസ്ഥാന സർക്കാരും CPM-ഉം ഒരു ഭാഗത്ത് പറയുന്നു. അതല്ല, കേന്ദ്ര സർക്കാരിൻ്റെതാണ് എന്ന് കേന്ദ്രവും BJP-യും പറയുന്നു. ഇതിനിടയിലാണ് ഈ ദേശീയപാതയിൽ വിള്ളലുണ്ടാകുന്നത്. ഇപ്പോൾ ആരും ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത സാഹചര്യമുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റി അന്വേഷണം നടത്തുകയും ഈ കരാർ കമ്പനിയെ ഡീബാർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറത്ത് സാധാരണക്കാരായ ആളുകളുടെ നികുതിപ്പണം അടക്കം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രൊജക്റ്റാണിത്. സാധാരണക്കാരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത നിർമ്മാണമാണിപ്പോൾ നടന്നത് എന്ന് വേണമോ അനുമാനിക്കാൻ? അല്ല, യേശുക്രിസ്തുവിനെ ക്രൂശിലേറ്റാനായിട്ട് ഉത്തരവിട്ട പീലാത്തോസ് കൈ കഴുകിക്കൊണ്ട് എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന്റെ ക്ലെയിം പിൻവലിച്ചല്ലോ. ഈ കാര്യം കേരള ഭരണത്തിന്റെ 9ാം വാർഷികത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന് നാഷണൽ ഹൈവേ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെട്ടവർ പെട്ടെന്ന് അതിൽ നിന്ന് പിൻവാങ്ങി എന്ന് പറയുന്നത് തന്നെ ഇതിനകത്ത് അരുതാഴികയായ എന്തൊക്കെയോ നടന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് EPC കോൺട്രാക്ടറാണ്. അപ്പൊ അങ്ങനെയുള്ള കോൺട്രാക്ടിനകത്ത് ഇതിന്റെ സൂപ്പർവിഷൻ ഉത്തരവാദിത്വം ഈ കൺസൾട്ടന്റിനാണ്. അപ്പം കോൺട്രാക്ട് കമ്പനിയായ KNR-നും നാഷണൽ ഹൈവേ അതോറിറ്റിക്കും കൺസൾട്ടൻസിക്കും ഉത്തരവാദിത്വമുണ്ട്.
അതായത് ഈ കൺസൾട്ടൻസി ആണ് ഈ സൂപ്പർവിഷൻ ഇതിനകത്ത് നടത്തേണ്ടത്. ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. അപ്പൊ ഭൂമി ഏറ്റെടുത്തു കൊടുത്ത കേരള ഗവൺമെന്റിനും അതിന്റെ ഉത്തരവാദിത്തത്തിൽ മാറാൻ കഴിയില്ല. എന്നുവെച്ചാൽ അവിടെയാണല്ലോ പണി നടന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളെ ഒരു വീട് പണിയാനായി ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചാൽ ആ വീട് പണി നമ്മൾ പറയുന്ന ക്വാളിറ്റിയിലുള്ള കമ്പിയും സിമെന്റും മണലും ഒക്കെ ആണോ ഇല്ലയോ എന്ന് ആ വീട് പണിയാൻ കൊടുത്ത ഗൃഹനാഥൻ അല്ലെ ഗൃഹനായിക നോക്കേണ്ടതുണ്ട്. അവർക്കാണല്ലോ അവിടെ താമസിക്കേണ്ടത്. അപ്പൊ ഈ റോഡ് ഭാവിയിൽ ജനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന തരത്തിലാണോ ഇത് പണിയുന്നത്? ഇത് ഇത്രയും ഒന്നും പഠിച്ചിട്ടില്ലാത്ത, എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടില്ലാത്ത സാധാരണക്കാരായ ജനങ്ങളും അവിടുത്തെ പഞ്ചായത്ത് പ്രതിനിധികൾ മുതൽ അവിടുത്തെ നിയമസഭാ സാമാജികർ വരെയുള്ള ജനപ്രതിനിധികളും ഇതിന്റെ തുടക്കം മുതലേ ഇതിനകത്ത് അശാസ്ത്രീയമാണ്. ഇങ്ങനെ ഈ ചെളി കോരിയിട്ട് അതിനു മുകളിൽ മണ്ണിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലമാകുമ്പോഴേക്കും വെള്ളം ഇറങ്ങി ഈ ചെളിയും മണ്ണും കൂടി ലോഡ് കൂടിയിട്ട് പുറത്തേക്ക് തള്ളും എന്ന് ടെക്നിക്കലായിട്ട് പഠിക്കാത്ത അനുഭവ സമ്പത്തിൽ നിന്നുള്ള നാട്ടുകാർ ഇവരെ ബോധ്യപ്പെടുത്തിയിരുന്നതാണ്. അവിടെ അതിന്റെ ധർണയും ഒക്കെ നടന്ന സമയത്തൊന്നും ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയോ ഈ KNRO കൺസൾട്ടൻസികളോ ഒന്നും കണ്ടില്ല. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെയൊക്കെ ശാസ്ത്രജ്ഞന്മാര് റബ്ബറിന്റെ മേഖലയിലാണേലും തെങ്ങിന്റെ ആണേലും നെല്ലിന്റെ മേഖലയിലാണേലും ഒക്കെ ശാസ്ത്രജ്ഞന്മാരുള്ളതിനേക്കാൾ നല്ല നിലയിലെ കൃഷിയിൽ പ്രാവീണ്യമുള്ള കർഷകർ അനുഭവ സമ്പത്ത് കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഫലപ്രദമാണ്. എന്ന് പറഞ്ഞതുപോലെ ആ നാട്ടുകാർ പറഞ്ഞത് ആ യഥാസമയം കേട്ടിരുന്നെങ്കിൽ ഇന്നിനി KNRന് ഈ പണം മുടക്കേണ്ടി വരില്ലായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ 12 മീറ്ററിന് മുകളിലോട്ടുള്ള, അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിക്കിണങ്ങുന്ന തരത്തിൽ, അതായത് താഴ്ന്നു കിടക്കുന്ന സ്ഥലത്ത് എലിവേറ്റഡ് പാതയും പൊങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ ടണലുമാണ്. അങ്ങനെ വരുമ്പോഴത്തേനും അത് പ്രകൃതിക്ക് ദോഷമാകില്ല. അപ്പൊ അങ്ങനെ പ്രകൃതിക്ക് ദോഷമാകാതെ ഇത് പണിതാൽ മതിയായിരുന്നു. അപ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് കോസ്റ്റ് അല്പം കൂടും. നമുക്കറിയാം എലിവേറ്റഡ് പാതയാകുമ്പോഴത്തേനും കൂടും. അപ്പൊ ആ എലിവേറ്റഡ് പാത അതുകൊണ്ട് തന്നെയാ വേണ്ടാന്ന് വെച്ചേ. ഇനിയിപ്പോ സ്വാഭാവികമായിട്ടും ഇത്രയുമൊക്കെ പ്രതിസന്ധി ഉണ്ടായതുകൊണ്ട് ഈ KNR അവരുടെ തന്നെ പണത്തിൽ നിന്ന് ഇത് ചെലവാക്കി വീണ്ടും അവിടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ പൊതുവെ വന്നിരിക്കുന്ന ഒരു ധാരണ അവിടെ എലിവേറ്റഡ് പാത വേണ്ടിയിരുന്നതാണ് എന്ന് പറയുമ്പം ആ നിലയിലെ ഇനി അത് പണിയുവാൻ നാട്ടുകാരുടെയും ഒക്കെയുള്ള അവിടെ ശ്രീ ഡിജോ കാപ്പൻ, ഒരുപക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പലപ്പോഴായി മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവരോ, പ്രത്യേകിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം മാധ്യമങ്ങളോട് പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുള്ളതാണ്, ദേശീയപാത അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒക്കെ അവലോകന യോഗം ചേരാറുണ്ട്, ഇതിന്റെ നിർമ്മാണ പുരോഗതിയും മറ്റു കാര്യങ്ങളെല്ലാം വിലയിരുത്താറുണ്ട് എന്ന്. ഒരുപക്ഷെ ആ ഒരു അവകാശ സമയത്താണ് ഇത്തരം പരാമർശങ്ങൾ. ഒരു ധൃതി അല്ലെങ്കിൽ ഇത് ഞങ്ങളുടേത്, ഞങ്ങളിത് പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് എന്ന് പറയുന്നതിന് വേണ്ടി അടുത്ത തെരഞ്ഞെടുപ്പ് അടുക്കം മുന്നിൽ കണ്ടുകൊണ്ടാകാം അത്തരം ഒരു അനാവശ്യ തിടുക്കം ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭരണകൂടം പുലർത്തിയതും ഇതിന് തിരിച്ചടിയായിട്ടുണ്ടോ? അങ്ങനെ ഒരു ആരോപണവും ഉണ്ടാകുന്നുണ്ട്. മലബാർ മേഖലയിൽ ഇപ്പൊ നമുക്കറിയാം ഉടനെ ലോക്കൽ ബോഡീസ് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കോൺട്രാക്ട് ഇവരുടെ കണ്ടീഷൻ അനുസരിച്ച് തന്നെ 6 മാസം കൂടെ കഴിഞ്ഞ് ഇത് 6 മാസം കൂടി ഉണ്ടായിരുന്നു പൂർത്തിയാക്കാൻ. പക്ഷെ അതിനു മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു കൈ ചൂണ്ടിയിട്ട് ഇതാ ഈ നാട്ടിലെ വികസനം ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങളുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹറിബറി വെച്ച് ഇവരെ കൊണ്ട് പണിയിപ്പിച്ചു എന്നൊരു ആക്ഷേപം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില പാറമടകളിൽ നിന്ന് ചില സ്ഥലങ്ങളിലെ മണ്ണെടുക്കണം എന്നൊക്കെ ഇൻസിസ്റ്റ് ചെയ്തതായിട്ടൊക്കെ ഇപ്പം ആരോപണം വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഇതിന്റെ ക്വാളിറ്റിയെ ബാധിച്ചിരിക്കാനും സാധ്യതയുണ്ട്. ഇതൊക്കെ